കീ ബിഹേവിയേഴ്സ് ഇൻ ടീച്ചിങ് ആൻഡ് ഹെൽപ്ഫുൾ ബിഹേവിയേഴ്സ് ഓഫ് ടീച്ചിങ്. അതായത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ പറഞ്ഞത്. അതായത് ടീച്ചിങ്ങിൽ വരുന്ന കീ ആൻഡ് ഹെൽപ്ഫുൾ ബിഹേവിയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ ഏതാ വരുന്നത്? കീ ബിഹേവിയേഴ്സിൽ എടുക്കാം നമുക്ക് ലെസൺ ക്ലാരിറ്റി. അതായത് ടീച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള കീ ബിഹേവിയേഴ്സും അതേപോലെ തന്നെ ടീച്ചിങ്ങിന് ആവശ്യമായിട്ട് വരുന്ന ഹെൽപ്ഫുൾ ബിഹേവിയേഴ്സ്. കീ എന്ന് പറയുമ്പോൾ മസ്റ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്. ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ നല്ലതാണ്, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഫസ്റ്റ് നമുക്ക് കീ ബിഹേവിയേഴ്സ് തുടങ്ങാം. അതായത് ഈ പറഞ്ഞ ബിഹേവിയേഴ്സ് എന്താണ്, ടീച്ചിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റ് ആണ്, ഒഴിവാക്കാൻ പാടില്ല. ഏതൊക്കെയാണ് ആ ബിഹേവിയേഴ്സ്? ഒന്നാമത് എടുക്കാം ലെസൺ ക്ലാരിറ്റി. അതായത് ടീച്ചർ ക്ലാസ് എടുക്കുന്ന കാര്യം ക്ലിയർ ആയിരിക്കണം. ഇത് ക്ലിയർ ആയിരിക്കണം എന്നാണ് ആദ്യം ടീച്ചർ ആ കൺസെപ്റ്റ് വ്യക്തമായി മനസ്സിലാക്കണം. ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ആ ഒരു കാര്യം ടീച്ചർ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതായത് എവിടുന്ന് ചോദ്യം വന്നാലും ടീച്ചർക്ക് ആദ്യം ആൻസർ ചെയ്യാനുള്ള കഴിവ് ടീച്ചർ റെഡിയാക്കണം. അതിനുശേഷം ടീച്ചർ അതേ ലെവലിൽ അത് ആ കുട്ടികൾക്കും കൂടി മനസ്സിലാക്കി കൊടുക്കണം. ലെസൺ ക്ലിയർ ആയിരിക്കണം. ആൻഡ് ഇത് ക്ലിയർ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ഐഡിയാസ് ആണ് നമ്മൾ ക്ലിയർ ആക്കേണ്ടത് കുട്ടികൾക്ക്. അത് കൺസെപ്റ്റ് ആണ് ക്ലിയർ ആക്കി കൊടുക്കേണ്ടത്. സ്റ്റുഡൻസിന് എല്ലാവർക്കും ലോജിക്കലി പറഞ്ഞു കൊടുക്കണം ആ കൺസെപ്റ്റ്. അതായത് എന്താണ് ഈ കൺസെപ്റ്റ് എന്നുള്ളത് ലോജിക്ക്, ആ ഒരു കൺസെപ്റ്റിന് പിന്നിലുള്ള ലോജിക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. ഇത് ഓറൽ ആക്കിയിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കാം? അതായത് എന്താണ്, എങ്ങനെ ഇപ്പോൾ റിട്ടേൺ ആയിട്ട് കൊടുക്കാം, ഓറൽ ആയിട്ട് കൊടുക്കാം, അതിനവിടെ കൺസേൺ ഇല്ല. ലെസൺ ക്ലിയർ ആയി കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതായത് ആ ഒരു ടോപ്പിക്, എടുത്ത ടോപ്പിക് എന്താണ്, എങ്ങനെയാണ്, എന്തിനാണ് പഠിക്കുന്നത്, ഈ വക സകല കാര്യങ്ങളും, അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ടോപ്പിക്കിന്റെ കൺസെപ്റ്റ് എന്താണ്, ആ ടോപ്പിക് ഇത് ആ കുട്ടിക്ക് തിരിച്ച് പറഞ്ഞു തരാൻ വായിക്കണം. ആ ഒരു റേഞ്ചിൽ നമ്മൾ ആ കുട്ടീനെ പഠിപ്പിക്കണം. അതാണ് ലെസൺ ക്ലാരിറ്റി. കണ്ടന്റ് പക്കാ ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ്. ദെൻ ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി. ഇതൊക്കെ കീ ബിഹേവിയേഴ്സ് ആട്ടോ. അതായത് ഒരു വെറൈറ്റി രീതിയിൽ ഇൻസ്ട്രക്ട് മീൻസ് എന്നും ആ ഒരു ടീച്ചർ ഡെയിലി പോയിട്ട് ജസ്റ്റ് ആ ടീച്ചർ നേരെ ക്ലാസ്സിലേക്ക് പോകണം, അവിടെ ഇരിക്കണോ, ഒരു ബെഞ്ചിലോട്ട് ഇരിക്കണോ, അല്ലെങ്കിൽ അവിടെ കസാരയുടെ ഇരിക്കണോ, പുസ്തകം നോക്കിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണോ, അതൊരു രീതി. രണ്ടാമത്തെ രീതി വേണമെങ്കിൽ ടീച്ചർക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിന്റെ ഇടയിൽ കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുട്ടികളുടെ ഇടയിൽ കൂടെ നടന്നുകൊണ്ട് ക്ലാസ് എടുക്കാം. അല്ലെങ്കിൽ ടീച്ചർക്ക് നടന്നുകൊണ്ട് ബോർഡ് ഉപയോഗിച്ച് ക്ലാസ് എടുക്കാം. അങ്ങനെ പല ഡിഫറെന്റ് വെറൈറ്റീസ് ഇല്ലേ പഠിപ്പിക്കാൻ. PPTs ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് തന്നെ ക്ലാസ് എടുപ്പിക്കാം. അതായത് നമ്മളൊരു ടോപ്പിക് ജസ്റ്റ് കൊടുക്കും, എന്നിട്ട് ആ ടോപ്പിക്കിനെ പറ്റി ഒരു കുട്ടീനോട് ജസ്റ്റ് അറിയണത് പറയാൻ പറയും. ആ കുട്ടി പറഞ്ഞതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്ന് ഓരോ പോയിന്റ്സ് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ കണ്ടന്റിലേക്ക് എത്തുക. ഇതൊക്കെ ഡിഫറെന്റ് വെറൈറ്റീസ് ആണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന്. അങ്ങനെ ഡിഫറെന്റ് വെറൈറ്റികൾ നമ്മൾ ഉപയോഗിക്കാം. അതായത് എന്നും ഒരേ രീതിയിൽ ക്ലാസ് എടുക്കാണ്ട് ഓരോ ദിവസം ഓരോ രീതിയിൽ ക്ലാസ്, കുട്ടികൾക്ക് അത് എൻഗേജ്മെന്റ് കൂടും. ഡെയിലി നമ്മൾ ഒരേ രീതിയിൽ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് അതൊരു ബോറിംഗ് ആയിട്ട് മാറും. ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ആഴ്ച നമ്മൾ ഓരോ രീതിയിൽ ക്ലാസ് എടുക്കുക, അങ്ങനെ ഡിഫറെന്റ് വെറൈറ്റീസ് കൊണ്ടുവരിക. അപ്പൊ കുട്ടിക്ക് അതായത് ഡിഫറെന്റ് ലേണിംഗ് മെറ്റീരിയൽസ്, ഇപ്പൊ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കാം, ഇന്റർനെറ്റ്, അതേപോലെ കണ്ട സാധനങ്ങൾ, വെറൈറ്റി സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പഠിപ്പിക്കുക. അതാണ് ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി. അത് മസ്റ്റ് ആണ് ഒരു ടീച്ചറെ സംബന്ധിച്ച്. ദെൻ ടീച്ചർ ടാസ്ക് ഓറിയന്റേഷൻ. അതായത് ടീച്ചർ എത്രത്തോളം സമയം ആ ക്ലാസ്സിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഒരു മണിക്കൂർ ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു മണിക്കൂറാണ് നമ്മുടെ ഒരു ട്യൂട്ടറിങ് അവർ എന്നുണ്ടെങ്കിൽ, ആ ഒരു അവറിൽ എത്ര നേരം ആ ടീച്ചർ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ടീച്ചർ ടാസ്ക് ഓറിയന്റേഷനിൽ വരിക. അതായത് ഒരു മിനിറ്റ് പെണ്ണ് സെലക്ട് ചെയ്യട്ടെ. അതായത് ദ എമൗണ്ട് ഓഫ് ക്ലാസ് റൂം ടൈം ദ ടീച്ചർ ഡിവോട്ട്സ്. ആ ഒരു സബ്ജക്ട് പഠിപ്പിക്കാൻ ടീച്ചർ എത്ര നേരം ക്ലാസ്സിൽ ഇൻവോൾവ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ബേസിക്കലി ടീച്ചർ ടാസ്ക് ഓറിയന്റേഷനിൽ വരിക. അതായത് കണ്ടന്റ് വെക്കാനും കണ്ടന്റ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ എത്ര നേരം ഇൻവോൾവ് ആവുന്നുണ്ട് എന്നുള്ളത്. ദെൻ എൻഗേജ്മെന്റ് ഇൻ ദ ലേണിംഗ് പ്രോസസ്. ആ ഒരു ലേണിംഗ് പ്രോസസ്സിൽ എന്തായിരിക്കണം, എൻഗേജ്ഡ് ആയിരിക്കണം എന്നാ പറയുന്നത്. ഇത് കുട്ടികളുടെ ഭാഗത്താണ് ആക്ച്വലി. അതായത് കുട്ടികൾ ആ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയം അത്രയും കുട്ടികൾ എന്തായിരിക്കണം, ഇൻവോൾവ് ആയിരിക്കണം ക്ലാസ്സിൽ വെറുതെ അറ്റൻഡൻസിന് വേണ്ടി ഇരുന്നാൽ പോരാ. അതായത് കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ വെറുതെ ഇരുത്തിയാൽ പോരാ, അവര് ക്ലാസ്സിൽ എൻഗേജിങ്, അതായത് ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവരിയ്ക്കണം. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി വരിക, അതിനുള്ള കാര്യങ്ങൾ ഒന്നാമത്തെ റൂൾസ് വെക്കുക. അതായത് ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയും അർജന്റായിട്ട് എന്തെങ്കിലും വിശ്വസിച്ച് ബാത്റൂമിൽ എന്തെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നീന്തും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം പോയാൽ മതി. അപ്പൊ നമുക്ക് ആ ഒരു ഡിലേ അവിടെ ഒഴിവായി കിട്ടി. മറ്റേത് ആ കുട്ടി നീച്ചിട്ട് ഇങ്ങനെ പോട്ടെ എന്ന് ചോദിക്കുന്നു, അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ എന്തെങ്കിലും കമന്റ് പറയുന്നു, അതിന് ഈ കുട്ടി തിരിച്ചെന്തേലും പറയുന്നു, നമ്മളൊരു പെർമിഷൻ കൊടുക്കാൻ നിൽക്കും, സമയം വെറുതെ പോവല്ലേ, വേണ്ട. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് നീച്ചിക്കാം, പോവാ, ടീച്ചർ ഞാൻ അപ്പൊ വരാന്ന് പറയാ പോവുക. അങ്ങനെ ഒരു റൂള് വേണമെങ്കിൽ വെക്കാം. അത് ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് പാറ്റേൺ മാറുന്നത് മാത്രം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതേപോലെ ക്ലാസ്സിന്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കുക. അപ്പൊ കുട്ടികൾ ഒന്നും കൂടി എന്താവും, എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കും. കാരണം കുട്ടികൾ കടന്നു ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പൊക്കോലോ. അപ്പോൾ ക്ലാസ്സിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുക. അതേപോലെ ഇൻഡിപെൻഡന്റ് അസൈൻമെന്റ്സ് കൊടുക്കുക. ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കുകയാണെങ്കിലും ഇൻഡിവിജ്വലി കൊടുക്കുക.
അപ്പൊ ഞാനൊരു ചോദ്യം ആരെങ്കിലും ഉത്തരം പറയുന്നത് ജനറൽ ആയിട്ട് ക്ലാസ്സിലൂടെ ഒരു ചോദ്യം ചോദിച്ചാൽ എല്ലാവരും കടന്ന സൗണ്ട് ഉണ്ടാക്കും ഇല്ലേ? എല്ലാവരും കൂടെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ഒരു കുട്ടിയുടെ പേര് വിളിച്ചിട്ട് ആ കുട്ടീനോട് ഉത്തരം പറയാൻ പറഞ്ഞാൽ ആ കുട്ടി മാത്രമേ പറയുള്ളൂ, ബാക്കി ആരും പറയില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ക്ലാസ് ഒന്നുകൂടി കൺട്രോൾ ആവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്നുള്ളതുകൊണ്ട് ക്ലാസ് എന്ത് ചെയ്യും, കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. ദെൻ ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റീസ് ഒക്കെ മിനിമൈസ് ചെയ്യുക. അതേപോലെ അബൻഡന്റ് യൂസ് ഓഫ് റിസോഴ്സ്, അതായത് മാക്സിമം ആക്ടിവിറ്റീസും മറ്റു റിസോഴ്സുകളും ഒക്കെ സാധനങ്ങളൊക്കെ ക്ലാസ്സിൽ ഉപയോഗിക്കുക. അപ്പൊ എന്താണ്, കുട്ടികളുടെ എൻഗേജ്മെന്റ് ക്ലാസ്സിൽ കൂടുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ക്ലാസ്സിലെ കുട്ടികളുടെ എൻഗേജ്മെന്റ് കൂട്ടണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം, റൂൾസ് വെക്കുക. അതായത് അനാവശ്യമായിട്ട് സമയം കളയുന്ന ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് പാടില്ല എന്നൊക്കെയുള്ള റൂൾസ് വെക്കാൻ പറ്റും. ക്ലാസ്സിലെ ഇടയിൽ കൂടെ നടന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാം. ഇൻഡിപെൻഡന്റ് ആയത് ഇൻഡിവിജ്വൽ ആയി ഇൻഡിപെൻഡന്റ് കുട്ടികൾക്ക് അസൈൻമെന്റ്സ് കൊടുക്കുക. ഇൻഡിപെൻഡന്റ് കുട്ടികൾ മീൻസ് കുട്ടികൾക്ക് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അതേപോലെ റിസോഴ്സുകളൊക്കെ മാക്സിമം ഉപയോഗിക്കുക. ദെൻ സ്റ്റുഡൻസിന്റെ സക്സസ് റേറ്റ് ആണ്, ഇതും ഒരു ഉറപ്പ് വരുത്തേണ്ട കാര്യം. അതായത് സ്റ്റുഡൻസിന്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് കറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുത്ത ആക്ടിവിറ്റീസും അസൈൻമെന്റ്സും ഒക്കെ കംപ്ലീറ്റ് ആക്കുന്നുണ്ടോ എന്നാണ് ഈ സ്റ്റുഡൻസ് സക്സസ് റേറ്റ് എന്ന് പറഞ്ഞ കേട്ടോ. സോറി, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചർ കൊടുക്കുന്ന അസൈൻമെന്റ്സും വർക്കുകളും കുട്ടി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അതാണ് സക്സസ് റേറ്റ് എന്ന് പറയുന്നത്. 3 ലെവൽസിൽ നമുക്ക് പറയാൻ പറ്റും. ഹൈ സക്സസ് ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, ലോ ഉണ്ട്. ഹൈ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടി അണ്ടർസ്റ്റാൻഡും ചെയ്യുന്നുണ്ട് ആൻഡ് തെറ്റുകൾ ഒക്കേഷണലി മാത്രമേ വരുത്തുന്നുള്ളൂ. അതായത് അസൈൻമെന്റ്സ് എപ്പോഴെങ്കിലും മാത്രമേ തെറ്റ് വരുത്തുന്നുള്ളൂ. നോർമലാണ് എപ്പോഴെങ്കിലൊക്കെ തെറ്റ് വരുത്താം, ബട്ട് കുട്ടിക്ക് കൺസെപ്റ്റ് ക്ലിയർ ആണ്, പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും മാത്രമേ ഇഷ്യൂസ് വരുന്നുള്ളൂ എന്ന് ഹൈ സക്സസ് റേറ്റ് ആണ് പറയുന്നത്. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അണ്ടർസ്റ്റാൻഡിങ്, അതായത് കംപ്ലീറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് തെറ്റ് വരുത്തുന്നുണ്ട്, മോഡറേറ്റ് ആണ് സക്സസ്. ലോ എന്ന് പറയുമ്പോൾ ഒന്നും കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. സോ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് യുവർ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് കറക്റ്റ്ലി കംപ്ലീറ്റ് എക്സസൈസ്. ഒരു ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഹോംവർക്കും കാര്യങ്ങളും അതേപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. എന്തിനു വേണ്ടി അത് ചോദിക്കുന്നത്, ടീച്ചർ ക്ലാസ് എടുത്ത് കുട്ടികൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് മനസ്സിലായോ എന്ന് അറിയുമ്പോൾ നമ്മൾ ഈ 3 മെഷേഴ്സ് ആണ് നോക്കുക. ഹൈ സക്സസ് ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, ലോ ഉണ്ട്. ഹൈ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട്, എപ്പോഴെങ്കിലും മാത്രമേ കുട്ടികൾ ചോദ്യങ്ങൾ തെറ്റിക്കുന്നുള്ളൂ, അപ്പൊ ടീച്ചർക്ക് ഓക്കെ ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. മോഡറേറ്റ് ആകുമ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ തെറ്റിക്കുന്നുണ്ട്, അതായത് ഒരു 10 ചോദ്യം ചോദിച്ചാൽ ആകെ ഒരാളെ ഉത്തരം പറയുള്ളൂ, അതൊക്കെയാണ് മോഡറേറ്റിൽ വരിക. ലോ എന്ന് പറയുമ്പോൾ ആരും ഉത്തരം പറയുന്നില്ല, അപ്പൊ ടീച്ചർക്ക് എന്ത് മനസ്സിലാക്കാം, ഓക്കെ ഞാൻ പഠിപ്പിക്കുന്നതിന്റെ ഇഷ്യൂ ആണ് എന്ന് മനസ്സിലാക്കാം. കാരണം ഒരു ക്ലാസ്സിലെ ആരൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ആ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണം കേട്ടോ. സോ അതാണ് സക്സസ് റേറ്റിൽ വരിക. ഇനി ഹെൽപ്ഫുൾ ബിഹേവിയർ ഏതൊക്കെ നോക്കാം. ഇപ്പൊ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത് കീ ബിഹേവിയേഴ്സാ. കീ എന്ന് പറയുമ്പോൾ മസ്റ്റ് ആയിട്ട് വേണ്ടതാട്ടോ. ജസ്റ്റ് ഹെഡിങ്ങുകളൊക്കെ നോക്കി വെച്ചോളൂ കേട്ടോ. കീ ബിഹേവിയേഴ്സ് ഓഫ് ടീച്ചിങ് എന്തൊക്കെയാണ്, ലെസൺ ക്ലാരിറ്റി, ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി, ടീച്ചർ ടാസ്ക് ഓറിയന്റേഷൻ, എൻഗേജ്മെന്റ്, ദെൻ സക്സസ് റേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് കീ ബിഹേവിയേഴ്സിൽ വരിക. ഇനി ഹെൽപ്ഫുൾ ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് മസ്റ്റ് അല്ല, ബട്ട് ഉണ്ടെങ്കിൽ നല്ലത്, അങ്ങനത്തെ ബിഹേവിയേഴ്സ് ആണ് ഹെൽപ്ഫുള്ളിൽ വരിക. അപ്പൊ എന്തൊക്കെയാണ് വരുന്നത്, ഒന്നാമത്തെയാണ് യൂസിങ് സ്റ്റുഡൻസ് ഐഡിയാസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ്. അതായത് കുട്ടികളുടെ ഐഡിയാസും കോൺട്രിബ്യൂഷൻസും നമ്മൾ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്യുക. അപ്പൊ കുട്ടികൾക്ക് എന്താ ഒരു മോട്ടിവേഷൻ, ഞാൻ പറഞ്ഞത് ടീച്ചർ കേട്ടു, സന്തോഷം, ആ ഒരു എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കുട്ടികൾക്ക് വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണം. അപ്പൊ അതാണ് പറയുന്നത് അക്നോളജിങ്, മോഡിഫൈങ്, അപ്ലൈയിങ്, കമ്പയറിങ് ആൻഡ് സമ്മറൈസിങ് സ്റ്റുഡൻസ് റെസ്പോൺസസ്. സ്റ്റുഡൻസ്, അതായത് സ്റ്റുഡൻസിന്റെ റെസ്പോൺസുകളും കൂടി നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്യും, പിന്നെയും അവർ ക്ലാസ്സിൽ എൻഗേജ് ചെയ്തിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയും, കുറച്ചുകൂടി എൻഗേജ്മെന്റ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. ദെൻ സ്ട്രക്ചറിങ് ദ ലെസൺ കണ്ടന്റ്. അതായത് സ്ട്രക്ചറിങ് ലെസൺ കണ്ടന്റ് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സാധനം എന്താണെന്നുള്ളത് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ബോർഡിൽ എന്ത് ചെയ്യുക, ടോപ്പിക് അവിടെ എഴുതിക്കുക. ഞാൻ ക്ലാസ് എടുക്കാൻ പോവുകയാണ്, ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യും, ബോർഡിൽ ആ ഒരു ടോപ്പിക് അവിടെ എഴുതും. അതിനുശേഷം അതിനെപ്പറ്റി കുറച്ച് ബേസിക് കാര്യങ്ങൾ ഞാൻ പറയും. അതായത് എന്താണ് ഈ ടോപ്പിക്, നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ്, എന്തൊക്കെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ ഒക്കെ ബേസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ക്ലാസ് എടുക്കും. എന്നിട്ട് ക്ലാസ് എടുത്തതിന് ശേഷം ആ ഒരു അവർ മൊത്തം ക്ലാസ് എടുത്തതിന് ശേഷം അന്ന് എന്തൊക്കെ എടുത്തു എന്നുള്ളത് പിന്നെ ഒന്നും കൂടി പറയും. അപ്പൊ ഇതാണ് എന്ത് സ്ട്രക്ചറിങ് ലെസൺ എന്ന് പറഞ്ഞാട്ടോ. ക്ലാസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ്. ക്ലാസ് എടുക്കുന്നു, ക്ലാസ് എടുക്കുന്ന മുന്നേ തന്നെ നമ്മൾ ബോർഡിലൊക്കെ ഒന്ന് എഴുതി വെക്കും കാര്യങ്ങൾ. ദെൻ ക്ലാസ് എടുത്തതിന് ശേഷം എഗെയിൻ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എന്ത് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടി മനസ്സിലാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രക്ചറിങ് ദ ലെസൺ കണ്ടന്റ്. ദെൻ അടുത്ത് ക്വസ്റ്റ്യനിങ് ആണ്. ക്വസ്റ്റ്യനിങ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ്, ബ്രാക്കറ്റ് ഉണ്ട് അവിടെ കേട്ടോ. 2 ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കണ്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റും, പ്രോസസ് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ പറ്റും. കണ്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിക്കലാണ് കണ്ടന്റ് ക്വസ്റ്റ്യൻ. അത് ഡയറക്ട്ലി വിത്ത് ദ കണ്ടന്റ്, എന്താണോ ക്ലാസ് എടുത്തത് അതിനെ റിലേറ്റ് ചെയ്ത് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് കണ്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്.
അതായത് ഒരു കറക്റ്റ് ആൻസർ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ പ്രോസസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹൈ ലെവലാണ്. അതായത് മൾട്ടിപ്പിൾ പോസിബിൾ ആൻസേഴ്സ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും, ആ ക്വസ്റ്റ്യന് സിമിലർ ആയിട്ടുള്ള ഒരു 4 ഓപ്ഷൻസും തരും. പക്കാ ഡിഫറെന്റ് അല്ലാത്ത സിമിലർ ആയിട്ടുള്ള 4 ഓപ്ഷൻസും തന്നിട്ട് അതൊന്നും ഒന്ന് സെലക്ട് ചെയ്യാൻ പറയും. അപ്പൊ ഈ 4 ഓപ്ഷൻസിന് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന കുട്ടിക്ക് മാത്രമേ അവിടെ ആൻസർ കിട്ടുള്ളൂ. അപ്പൊ അതാണ് പ്രോസസ് ക്വസ്റ്റ്യൻസ്. കണ്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു ശരി ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ പഠിപ്പിച്ച കണ്ടന്റ് ഡയറക്റ്റ് ചോദിക്കുന്നതാണ് കണ്ടന്റ് ക്വസ്റ്റ്യൻസ്. പ്രോസസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കുറെ എണ്ണം ഉണ്ടാവും. അതായത് പല ഉത്തരങ്ങളും ആ ഒരു ചോദ്യത്തിന് വരും. സിമിലർ ആയിട്ടുള്ള കുറെ ഉത്തരങ്ങൾ ഓപ്ഷൻസ് ആയി വെച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്ത്, പ്രോസസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ചിന്തിക്കാനും നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ പ്രോസസ് ക്വസ്റ്റ്യൻസ്. ദെൻ അടുത്തൊരു ഹെൽപ്ഫുൾ ബിഹേവിയർ ഇതാണ് പ്രോബിംഗ് എന്ന് പറയുന്നത്. പ്രോബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് ഇങ്ങനെ ജനറൽ ആയിട്ട് ചോദ്യം ചോദിച്ച് ഇങ്ങനെ എന്താ പറയുക, അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്ന രീതി പ്രോബിംഗ്. അതായത് ഇപ്പൊ ഒരു കുട്ടീനോട് നമ്മളൊരു ചോദ്യം ചോദിച്ചു, കുട്ടിയുടെ ഉത്തരം പറഞ്ഞു, ആ ഉത്തരത്തിൽ പിന്നെയും ചോദ്യം ചോദിക്കുക. അങ്ങനെ ആ കുട്ടീനെ ഡീപ്പായിട്ട് കുട്ടിയിൽ നിന്നും കൺസെപ്റ്റുകൾ എടുക്കുക. ഇത് കുട്ടിക്ക് ആ കൺസെപ്റ്റ് ഡീപ്പായിട്ട് മനസ്സിലായോ എന്ന് അറിയാൻ ഒരു ചോദ്യം ചോദിക്കും. അതിന് ആ കുട്ടി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്തരത്തിൽ നിന്ന് അടുത്ത ചോദ്യം ചോദിക്കും, അവിടുന്ന് കിട്ടുന്ന പിന്നെയും ചോദ്യം ചോദിക്കും. അങ്ങനെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുട്ടിക്ക് നല്ലോണം വന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തലാണ് എന്ത്, പ്രോബിംഗ് എന്ന് പറയുന്നത്. അതായത് ടീച്ചർ സ്റ്റേറ്റ്മെന്റ് എൻകറേജ് സ്റ്റുഡൻസ് ടു എലാബറേറ്റ് ദി ആൻസർ. ആ ഒരു ആൻസർ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് കുട്ടീനോട് ചോദ്യം ചോദിക്കലാണ് പ്രോബിംഗ് എന്ന് പറയുന്നത്. അതിനടുത്താണ് ടീച്ചർ എഫക്ട്. ഓക്കെ, ലാസ്റ്റത്തെയാണ് ടീച്ചർ എഫക്ട് എന്ന് പറയുന്നത്. ടീച്ചർ എഫക്ട് എന്ന് പറയുമ്പോൾ ടീച്ചർ കുട്ടിയുമായിട്ട് നല്ല രീതിയിൽ എന്ത് ഉണ്ടായിരിക്കണം, ഇന്ററാക്ഷൻസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറാണ്, അതായത് പോർഷൻസ് ഒക്കെ പക്ക നീറ്റായിട്ട് എടുക്കും. ബട്ട് കുട്ടികളുമായിട്ടൊരു സോഷ്യൽ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ കണക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ എത്രയൊക്കെ നല്ല ടീച്ചറാണെങ്കിലും കുട്ടികൾ ശ്രദ്ധിക്കില്ല. സോ ആദ്യം ടീച്ചർ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്താണ്, കുട്ടികളുമായിട്ട് നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്തെടുക്കണം. നല്ലൊരു റിലേഷൻ ടീച്ചർ കുട്ടികളുമായിട്ട് ബിൽഡ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ കുട്ടികൾ എന്ത് ചെയ്യുള്ളൂ, എൻഗേജിങ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുള്ളൂ. കാരണം നമ്മളോട് അത്രയും കണക്ഷൻ ഒരു ടീച്ചർ ക്ലാസ്സിൽ നമ്മൾ കിടന്നുറങ്ങില്ല എന്താണ്. അപ്പൊ അതാണ് പറയുന്നത് നല്ല ടീച്ചർ എഫക്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇറ്റ്സ് ദ വാം ആൻഡ് നർച്ചറിങ് റിലേഷൻഷിപ്പ് ദാറ്റ് ദ ടീച്ചർ ബിൽഡ്സ് വിത്ത് ദ സ്റ്റുഡൻസ്. സ്റ്റുഡൻസുമായിട്ട് നല്ല രീതിയിൽ ഒരു റിലേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുള്ളൂ. അപ്പൊ ഇത്രയാണ് കീ ആൻഡ് ഹെൽപ്ഫുൾ ബിഹേവിയേഴ്സ് എന്ന് നമുക്ക് പറയാനുള്ളത്. ജസ്റ്റ് ഒന്ന് കൺസെപ്റ്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകുക കേട്ടോ. ഓക്കെ.